നമസ്കാരം. കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. കന്നാസും കടലാസും പാടിയ ഈ പാട്ടിൻ്റെ അവസ്ഥയിലാണിപ്പോൾ കേരളത്തിലെ അന്തങ്ങളുടെയും കമ്മികളുടെയും അവസ്ഥ. സർക്കാർ തലത്തിലെ അഴിച്ചുപണികളുടെ ഭാഗമായി അവർക്കിഷ്ടപ്പെട്ട ആരെ എങ്ങോട്ട് മാറ്റിയാലും കരച്ചിലോട് കരച്ചിലാണ്. കാറ്റ് നോക്കി തൂറ്റാൻ അറിയാവുന്ന ഒരു ഒന്നാം തരം IAS കാരിയാണ് നമ്മുടെ ദിവ്യ എസ് അയ്യർ. അവർ പത്തനംതിട്ടയിലിരുന്നപ്പോൾ അല്പസ്വല്പം കാര്യഗൗരവത്തോടെ കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്കിലും കൂടുതൽ സമയവും റീൽസിടലും സാഹിത്യ പരിപാടികളുമായിരുന്നു. അവിടെ വെച്ച് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതോടെ അന്തം കമ്മികൾ അവരെ നിരന്തരം അപമാനിക്കാൻ തുടങ്ങി. കുഞ്ഞിനെയും കൊണ്ട് വേദിയിൽ വന്ന് അവർ ഷോ കാണിച്ചു എന്നൊക്കെയായി പരിഹാസം. എന്നാൽ അവർക്ക് പ്രിയപ്പെട്ട മേറൂട്ടി കൈക്കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിലിരുന്ന് ഫയൽ നോക്കുന്ന ആനന്ദ നിർവൃതികരമായ രംഗം കണ്ട് അന്തങ്ങൾ പുളകം കൊള്ളുകയും ചെയ്തു. മാതൃത്വത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണതെന്നായി സൈബർ കമ്മികളുടെ അന്നത്തെ വാഴ്ത്തൽ. കുഞ്ഞിനെ ഓമനിക്കേണ്ട സമയം പോലും ഫയൽ നോക്കുന്ന മേയർ അവരുടെ അഭിമാന സ്തംഭമായി. പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുമ്പോൾ ദിവ്യ എസ് അയ്യരെ അന്തങ്ങൾ എതിർക്കാനൊരു കാരണമുണ്ട്. അവർ കോൺഗ്രസ് നേതാവായിരുന്ന G കാർത്തികേയൻ്റെ മരുമകളും ശബരിനാഥിൻ്റെ ഭാര്യയുമായതാണ് അതിന് കാരണം. അന്നൊരു പോലീസ് ലാത്തിചാർജിനിടയിൽ പൊട്ടിയ ടിയർ ഗ്യാസ് ഷെല്ലിൻ്റെ മുകളിൽ കൂടി മുണ്ടും പൊക്കിച്ചാടുന്ന ശബരിനാഥിൻ്റെ പടം കണ്ട് അവരാർത്തു ചിരിച്ചു. അന്ന് തക്കുടുപാവ എന്നാണ് ശബരിനാഥനെ കമ്മികൾ സംബോധന ചെയ്തത്. എന്നാൽ ദിവ്യ എസ് അയ്യർ തിരുവനന്തപുരത്ത് ചെന്ന് പിണറായി ദാസ്യം സ്വീകരിച്ചതോടെ അയ്യരൂട്ടി അന്തങ്ങളുടെ പ്രിയപ്പെട്ടവളായി മാറി. പിണറായിയെ സ്തുതിക്കാത്ത ഒറ്റ ദിവസമില്ല. കുഞ്ഞിനെയും കൊണ്ടുപോയി പിണറായി അപ്പൂപ്പന് മുത്തം കൊടുപ്പിച്ചു. പിണറായി സാറിൻ്റെ അപദാനങ്ങൾ പാടിക്കൊണ്ടേയിരുന്നു. പിണറായിയെ അങ്കിൾ എന്ന് വിളിക്കാനുള്ള അടുപ്പമായി. അതോടെ കാരുണ്യവാനായ കാരണഭൂതൻ ദിവ്യ എസ് അയ്യരെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആക്കി അങ്ങിരുത്തി. അവിടെയും ദിവ്യ വെറുതെ ഇരുന്നില്ല. റീൽസിടലായിരുന്നു സ്ഥിരം പരിപാടി. എന്നിട്ട് കടലാസ് കപ്പലുകൾ ഉണ്ടാക്കി കുഞ്ഞുണ്ണി മാഷിൻ്റെ കവിത ചൊല്ലി. യേശുക്രിസ്തുവിനെപ്പറ്റി ഒരു കവിത ഉണ്ടാക്കി സകല ക്രിസ്ത്യാനികളെയും വെറുപ്പിച്ചു. എന്തിനുമേതിനും ആകാശഗംഗയിലെ ദിവ്യ ഉണ്ണിയെപ്പോലെ പൊട്ടിച്ചിരിക്കുന്ന അവസ്ഥയിലായി അയ്യർ. മന്ത്രിമാർക്കൊപ്പം നടന്നു ഇരുന്നു റീൽസ് ഇട്ടു. ഒരു ദിവസം പിണറായി കുടുംബത്തെ തലപ്പാവും ജാക്കറ്റുമൊക്കെ അണിയിച്ച് വിഴിഞ്ഞത്ത് കൊണ്ടുപോയി. കൊച്ചുമകനെ ഉൾപ്പെടെ ഔദ്യോഗിക മീറ്റിങ്ങിൽ കയറ്റിയിരുത്തി. പിന്നെ ഒരു നാൾ നമ്മൾ കാണുന്നത് മന്ത്രി പദവി ഒഴിഞ്ഞ് MP ആയി പോകുന്ന K രാധാകൃഷ്ണനെ വെറുതെ പോയി കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് വിവാദമുണ്ടാക്കിയതാണ്. ഋഷ്യശൃംഖനെ പോലെ സന്യാസ ജീവിതം നയിക്കുന്ന ആ മനുഷ്യനെ എന്തിനാണ് ഈ ദിവ്യ അയ്യർ പോയി ആലിംഗനം ചെയ്ത് സ്നേഹം പ്രകടിപ്പിച്ചത് എന്ന് ഇപ്പോഴും ഒരു പിടിയും ആർക്കും കിട്ടുന്നില്ല. പിന്നീട് നമ്മൾ കണ്ടത് കണ്ണൂരിലെ വെറും കമ്മിയായി ജീവിക്കുന്ന KK രാഗേഷിനെ കർണൻ്റെ കവച കുണ്ടലം എന്നൊക്കെ പറഞ്ഞ് കർണനായി വാഴ്ത്തി യാത്രയയപ്പ് നൽകുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കണ്ണൂരിലെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചുപോയ രാഗേഷിനെ കർണൻ്റെ കവചമായും സ്നേഹധനനായും ഒക്കെ പുകഴ്ത്താൻ തക്ക എന്താത്മബന്ധമാണ് അവർ തമ്മിലുണ്ടായിരുന്നത്. തനിക്ക് സഹായങ്ങൾ ചെയ്തു തന്നവരെയൊക്കെ സുഖിപ്പിക്കുന്നതിനുള്ള ഒന്നാം നമ്പർ പരിപാടികളായിരുന്നു ഇതൊക്കെ. പിന്നെ നമ്മൾ കാണുന്നത് സർക്കാരിന് വേണ്ടി മുദ്രാഗാനം ആലപിക്കുന്ന ദിവ്യ എസ് അയ്യരെയാണ്. ആ പാട്ട് എന്തായാലും അങ്ങ് പോലിച്ചു. കാട്ടാക്കട മുരുകൻ എഴുതിയുണ്ടാക്കിയ പാട്ട് അവർ ഒന്നിച്ചു പാടി. അത് കേട്ട് അന്തം കമ്മികൾ ആനന്ദ പുളകത്താൽ തുള്ളിച്ചാടി. ഇങ്ങനെ കാൽവിദ്യയും മുക്കാൽ തട്ടിപ്പ് എന്നതുപോലെ നുണുക്ക് പണികളൊക്കെ ചെയ്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആയി സുഖജീവിതം നയിക്കാമെന്നായിരുന്നു ദിവ്യ എസ് കരുതിയത്. ഏത് ഫംഗ്ഷനിലും ഏത് മന്ത്രിയോടൊപ്പം പങ്കെടുത്താലും ദിവ്യ എസ് അയ്യർ ഒന്നാന്തരം റീലുകൾ ഇറക്കി. ഈ ദിവ്യ അയ്യരുടെ കോപ്രായങ്ങൾ കണ്ട് മുതിർന്ന IAS കാരനായ K ജയകുമാർ പറഞ്ഞത് ഓർക്കുന്നു. ഇത്ര പ്രകടനപരതയൊന്നും IAS കാർ കാണിക്കേണ്ടതില്ല. ഇതൊന്നും ആ ജോലിയുടെ ഭാഗവുമല്ല. IAS കാർക്ക് മന്ത്രിമാരുമായി ഇടപെടുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ പ്രീതി കിട്ടാനായി എല്ലാ പരിമിതികളെയും ദിവ്യ എസ് അയ്യർ മറികടന്നു. താൻ ഭരണകൂടത്തിൻ്റെ പൊന്നോമനയാണ് എന്നൊരു തോന്നൽ ദിവ്യ എസ് അയ്യർക്കുണ്ടായി. പിണറായി വിജയൻ മൂന്നാമതും വരുമെന്നും തനിക്ക് വിഴിഞ്ഞത്തിരുന്ന് ആജീവനാന്തം കാറ്റുകൊള്ളാമെന്നും കടലാസ് കപ്പലുകൾ ഉണ്ടാക്കി തിരയിലിറക്കാമെന്നും അവർ കരുതി. ഇവിടെയാണ് നമ്മൾ മറ്റൊന്ന് കാണേണ്ടത്. കാര്യപ്രാപ്തിയും ഭരണ നൈപുണ്യവും വിവരവുമുള്ള B അശോകും പ്രശാന്തുമൊക്കെ പുറത്തിരിക്കുമ്പോഴാണ് അഴകിയ ലൈല എന്ന പാട്ട് കണക്കെ റീൽസും ഭരണക്കൂറും പിണറായി ഭക്തിയുമായി ദിവ്യയെപ്പോലെയുള്ളവർ സുപ്രധാന സ്ഥാനങ്ങളിൽ അഭിരമിച്ചത്. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉദ്ഘാടന സമയത്ത് ദിവ്യ എസ് അയ്യർ നടത്തിയ സ്വാഗത പ്രസംഗം കേട്ടാൽ കടലിലേക്ക് ചാടിയ പിണറായി വിജയൻ വിഴിഞ്ഞം പോർട്ടുമായി പൊന്തി വരികയായിരുന്നുവെന്ന് തോന്നിപ്പോകും. സാധ്യമല്ല എന്ന് നമ്മൾ കരുതിയ വികസനമെല്ലാം സാധ്യമാക്കിയ മഹാനായിരുന്നു പിണറായി എന്നാണ് വാഴ്ത്തിക്കൊടുത്തത്.
ഒരർത്ഥത്തിൽ ദിവ്യ എസ് അയ്യരുടെ ഈ അമിതമായ പിണറായി ഭക്തിയും കമ്മ്യൂണിസ്റ്റ് സ്നേഹവും കാരണമാകാം ശബരിനാഥൻ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ തുലഞ്ഞു പോയത്. ഇത്ര വലിയൊരു തരംഗം കേരളമാകെ ആഞ്ഞടിച്ച് പിണറായി വിജയനെ അറബിക്കടലിൽ കൊണ്ടിട്ടപ്പോഴും എന്തുകൊണ്ടാണ് ശബരിനാഥന് ജയിക്കാൻ കഴിയാതെ പോയത്? അങ്ങനെ LDFിൻ്റെ ഭരണം തീർന്നു. UDF അധികാരത്തിൽ വന്നു. മുഖ്യമന്ത്രിയായ ശേഷം VD സതീശൻ ആദ്യമായി ഓടിയെത്തിയതും പഴയ ഓർമ്മകളുടെ കനലിൽ കണ്ണീർ വാർത്തതും കാർത്തികേയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മാത്രമാണ്. ആ രംഗം കണ്ട ദിവ്യ എസ് അയ്യരും കമ്മികളും ഒട്ടുമിക്ക കോൺഗ്രസ്സുകാരും ഒക്കെ കരുതിയത് ദിവ്യ എസ് അയ്യർ വീണ്ടും കോളടിച്ചുവെന്നും വിഴിഞ്ഞത്തെ സുഖവാസം തുടരാമെന്നുമായിരുന്നു. എന്നാൽ ഭരണ സംവിധാനത്തിലാകെ UDFന് പുതിയ മുഖം കൈവന്നതോടെ ദിവ്യയെ വിഴിഞ്ഞത്തു നിന്നും എടുത്ത് തദ്ദേശ വകുപ്പിലേക്ക് എറിഞ്ഞു. ഇനി മുതൽ ദിവ്യ തദ്ദേശ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ ഡയറക്ടറാണ്. കൂടാതെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് ഡയറക്ടർ എന്നീ നിലകളിലും പ്രവർത്തിക്കും. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ദിവ്യയെ കഴിഞ്ഞേ ഉള്ളൂ മറ്റൊരാളെന്ന് സതീശൻ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു. ഇതൊരുമാതിരി പിണറായി ഭക്തരെ വേസ്റ്റ് കുഴിയിൽ തള്ളുന്ന പരിപാടിയായിപ്പോയി. ജനം പിണറായി വിജയനെ എടുത്ത് പരാജയത്തിൻ്റെ വേസ്റ്റ് കുഴിയിൽ ഇട്ടു. പിന്നല്ലേ ഈ അയ്യരൂട്ടിയെ? ഏത് കാലത്തായാലും ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യുക എന്നതിനപ്പുറം ഭരണാധികാരികളോട് അമിതമായ സ്നേഹവും ഭയഭക്തി ബഹുമാനങ്ങളും കാണിച്ച് കാര്യം നേടുന്നവർ ജനങ്ങൾക്ക് ഗുണകരമായും ഹിതകരമായും പ്രവർത്തിക്കുന്നവർ ആകണമെന്നില്ല. കാര്യപ്രാപ്തിയില്ലാത്ത ഒരുത്തിയെ മേയറാക്കി വെച്ചിട്ട് CPM ചെയ്തത് എന്തൊക്കെയായിരുന്നു? ആനാവൂർ നാഗപ്പൻ കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നും സഖാക്കളെ മാത്രമേ അവർ താൽക്കാലിക നിയമനത്തിന് ശുപാർശ ചെയ്യുകയുള്ളൂ. വിഴിഞ്ഞം പോർട്ടിൽ ദിവ്യയ്ക്ക് അങ്ങനെ ക്രമരഹിതമായി സഖാക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നും എത്ര പേരെ പാർട്ടി കൊടുത്ത ലിസ്റ്റ് അനുസരിച്ച് അവിടെ താൽക്കാലിക ജീവനക്കാരായി നിയമിച്ചിട്ടുണ്ട് എന്നും പിന്നീടറിയാം. ഇപ്പോൾ കമ്മികൾ ക്യാപ്സൂളായി പ്രചരിപ്പിക്കുന്നത് സതീശനും അദാനിയും തമ്മിൽ ഡീലാണെന്നും അതിന് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം MD ആയി തുടരുന്നത് തടസ്സമാണെന്നുമാണ്. തലയ്ക്ക് ലെക്കില്ലാത്ത ഈ വർഗം എന്താണ് പറയുന്നത്? ദിവ്യ എസ് അയ്യർ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു IAS മാത്രമാണ്. അങ്ങനെ ക്രമരഹിതമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാൾ തീരുമാനിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ അവിടെ ഇരുത്തിയാൽ മതി. ഇപ്പോൾ CPMകാർക്ക് പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള മറ്റൊരു കഥയുണ്ട്. അദാനിയും സതീശനും തമ്മിലുള്ള ഡീലിനെ പറ്റിയാണത്. ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരിക. പ്രധാനമന്ത്രിയും പിണറായി വിജയനും ഇരിക്കുന്ന വേദിയിൽ വെച്ച് അന്നത്തെ തുറമുഖ മന്ത്രിയായിരുന്ന വാസവൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ? അദാനി അവർ പാർട്ട്ണർ എന്ന്. അത് കേട്ട് മോദിജി തലതല്ലി ചിരിക്കുകയായിരുന്നു. ഡൽഹിയിൽ ചെന്നിട്ടും ആ ചിരി തുടർന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ വിപ്ലവകാരിയായ മന്ത്രി പറയുകയാണ് ഭൂലോക മുതലാളിയായ ഒരാൾ ഞങ്ങളുടെ പാർട്ട്ണറാണെന്ന്. ആ പുള്ളികളാണിപ്പോൾ പുതിയ ഡീലുകൾ ആരോപിക്കുന്നത്. എന്തായാലും UDF സർക്കാർ ചെയ്തത് വലിയ തെറ്റായ ഒരു കാര്യമാണ്. പാട്ടുകാരിയും കവിയും സംഗീതജ്ഞയും ഗ്രന്ഥകാരിയും എന്നു വേണ്ട സകല കലാവല്ലഭയായ ഏതെല്ലാം മേഖലകളിൽ കൈവച്ച് വിജയം വരിച്ച ഒരാളെയാണ് ഇപ്പോഴെടുത്ത് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ തട്ടിയത്. ആ പാവത്തിന് ഭാവിയാണ് നശിപ്പിച്ച് കളഞ്ഞത്. പാവം ശബരിനാഥൻ അറിയാം ശുപാർശയുമായി ചെന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന്. ഇവിടെ മനസ്സിലാകാത്ത ഒരു കാര്യം, ഈ CPMകാർ എന്തിനാണ് ദിവ്യ അയ്യരെ വിഴിഞ്ഞത്ത് നിന്ന് മാറ്റുന്നതിൽ ഇത്രമാത്രം ബേജാറാകുന്നത് എന്നാണ്. കേരളത്തിൽ എത്രയോ IASകാർ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ എത്ര പേരെ നമുക്കറിയാം. ഭരണകൂടത്തോട് ഒട്ടുനിന്ന് നേതാക്കന്മാരെ അകമഴിഞ്ഞ് പുകഴ്ത്തിയും പാർട്ടിക്കൂറ് കാണിച്ചും റീൽസ് ഇട്ടും നുണുക്കുവിദ്യയുമായി നടക്കുന്നവരെ മാത്രമേ ജനം അറിയൂ. അത്തരക്കാർ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് നാണം കെട്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾക്ക് പിന്നാലെ ചെല്ലും.